السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا മുഹമ്മദ്. മുസ്ലിമീങ്ങൾ പരസ്പരം ധാരാളം ബാധ്യതകൾ നിർവഹിക്കാനുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ബാധ്യതയാണ് രോഗിയായി കിടക്കുന്ന വ്യക്തിയെ കാണുക, അദ്ദേഹത്തെ സന്ദർശിക്കുക, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനകൾ നടത്തി കൊടുക്കുക. മരണമാസന്നമായ രോഗിയാണെങ്കിൽ ഖിബലയിലേക്ക് തിരിച്ചു കടത്തി അദ്ദേഹത്തിന് കെലിമ ചൊല്ലിക്കൊടുക്കുക. അങ്ങനെ മരണപ്പെട്ടാൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് ചിമ്മിക്കൊടുക്കുകയും വായ അടച്ചു കൊടുക്കുകയും ശരീരത്തിൻ്റെ കെടുപ്പുകളെല്ലാം മയപ്പെടുത്തി കൊടുക്കുകയൊക്കെ ചെയ്യുക. ഇതെല്ലാം ഒരു വ്യക്തി മരണപ്പെട്ടുപോയി അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കേണ്ടുന്ന കാര്യങ്ങളാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തെ കുളിപ്പിക്കലും കഫൻ ചെയ്യലും നിസ്കരിക്കലും മറമാടലൊക്കെ സാമൂഹിക ബാധ്യതയാണ്. അത് ഓരോ മുസ്ലിമിൻ്റെ മേലും നിർബന്ധമുള്ളതും ഒരാൾ ചെയ്താൽ മറ്റുള്ളവരെല്ലാം ആ ബാധ്യത നിന്ന് ഒഴിവാകുന്നതുമാണ്, അഥവാ ഫർള് കിഫയാണ്. എന്നാൽ മയ്യത്തിനു വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വലിയ പ്രതിഫലങ്ങളാണ് വിശുദ്ധ ഇസ്ലാം നമ്മോട് വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മരണപ്പെട്ട വ്യക്തിയുടെ വീട്ടിലേക്ക് ചെന്ന് അദ്ദേഹത്തിൻ്റെ ജനാസയുടെ കർമ്മങ്ങളെല്ലാം പങ്കെടുത്ത് നിസ്കാരം വരെ ആ മയ്യത്തിൻ്റെ കൂടെ തന്നെ നിൽക്കുന്ന വ്യക്തിക്ക് അല്ലാഹു തആല ഉഹുദ് മലയുടെ അത്ര പ്രതിഫലം ഒരു ഖിറാത്ത് നൽകുമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. നിസ്കാരം കഴിഞ്ഞ് മറമാടുന്നത് വരെ ആ മയ്യത്തിൻ്റെ കൂടെ തന്നെ നിന്നു എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിക്ക് നൽകുന്ന പ്രതിഫലമാണെങ്കിലോ 2 ഖിറാത്ത് അഥവാ 2 ഉഹുദ് മലയുടെ അത്ര പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ നന്മയുടെ ഭാഗത്ത് രേഖപ്പെടുത്തി വെക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസുകളിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. എന്നാൽ മയ്യത്തിനു വേണ്ടി ഖബർ കുഴിക്കുക അതും വലിയ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു ഇബാദത്തായിട്ടാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ഇമാം ഹാക്കിം, തബറാനി തുടങ്ങിയ മുഹദ്ദിസുകൾ അബൂ റാഫി റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും. വമൻ ഹഫറ ലിമയ്യിത്തിൻ ഖബറൻ ഫഅജ്ജനഹു ഫീഹി. ഒരു വ്യക്തി മരണപ്പെട്ടു പോയപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ഖബർ കുഴിച്ചു. ഖബർ കുഴിച്ചിട്ട് ആ മയ്യത്തിനെ ആ ഖബറിൽ മറമാടി എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുന്ന പ്രതിഫലം എന്താണ്? മുത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉജ്രിയ ലഹു മിൽ അജ്രി കഅജ്രി മസ്കനിൻ അസ്കനഹു ഫീഹി ഇലാ യൗമിൽ ഖിയാമ. ഒരു വീട് നിർമ്മിച്ചിട്ട് പാവപ്പെട്ട സാധുവായ ഒരു വ്യക്തിക്ക്, ഒരു കുടുംബത്തിന് അദ്ദേഹം അത് ദാനമായി നൽകി എങ്കിൽ ആ കുടുംബം ഖിയാമത്ത് നാൾ വരെ അവിടെ താമസിക്കുമ്പോൾ വലിയ പ്രതിഫലം ഈ നൽകിയ വ്യക്തിക്ക് അല്ലാഹു തആല കൊടുക്കൂലേ? ഇതുപോലത്തെ പ്രതിഫലമായിരിക്കും ഒരു മനുഷ്യൻ മരണപ്പെട്ടുപോയി ആ മരണപ്പെട്ട വ്യക്തിക്ക് വേണ്ടി ഖബർ കുഴിച്ചു കൊടുത്താൽ അല്ലാഹു തആല ഖിയാമത്ത് നാൾ വരെ അവർക്കതിൻ്റെ പ്രതിഫലം നൽകിക്കൊണ്ടേ ഇരിക്കുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാൻ കഴിയും. ധാരാളം ചെറുപ്പക്കാരായ ആളുകൾ വിവിധ മഹല്ലുകളിൽ, ആ മഹല്ലുകളിൽ ആരെങ്കിലും മരണപ്പെട്ടു എന്നറിഞ്ഞാൽ അവർ സ്വമേധയാ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഖബർ കുഴിക്കാനും മറ്റു വിഷയങ്ങൾക്കൊക്കെ വളരെയധികം സജീവമായി മുന്നിൽ വരുന്നത് നമുക്ക് കാണാൻ സാധിക്കാറുണ്ട്. അല്ലാഹു തആല അത്തരം ചെറുപ്പക്കാരുടെ ഈ പ്രവർത്തനങ്ങളൊക്കെ കബൂലാക്കി ഈ പറയപ്പെട്ട വലിയ പ്രതിഫലം അല്ലാഹു തആല അവിടെ ഹസനാത്തിന് നന്മയുടെ ഭാഗത്ത് രേഖപ്പെടുത്തി ആഖിറത്തിൽ വിജയിക്കുന്നവരിൽ അല്ലാഹു തആല അവരെ നമ്മളെയൊക്കെ ഉൾപ്പെടുത്തി തരട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.